അവസാനിപ്പിച്ചതാണ്. പക്ഷേ ഈ നായിന്റെ മോനുണ്ടല്ലോ, ഇത് അവസാനിപ്പിക്കാൻ വിടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? നമുക്ക് ഒരു വീഡിയോ കാണാം. ആദ്യം തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, നല്ല രീതിക്ക് ഞാൻ വൃത്തികേട് ഇതിൽ പറയും. നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ജാസിയെ കുറിച്ചാണ്. സ്വന്തം റീച്ചിന് വേണ്ടി അമ്മയാണ്, ഗർഭിണിയാണെന്ന് പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ പലരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് ഈ പറയുന്ന ജാസി കുറച്ച് ദിവസങ്ങളായി നമുക്ക് മുമ്പിൽ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ പൊറോട്ട നാടകം? ജാസി ട്രാൻസ്ജെൻഡർ ആണോ? അല്ല, ജാസി ഗേ ആണ്. നിങ്ങൾ ഇപ്പോൾ കാണുന്നതാണ് കേരളത്തിലെ ഗേ കപ്പിൾ. ഇവർക്ക് ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയുമോ? സ്വന്തം ഗർഭധാരണം സാധ്യമാകുമോ? വെറും മെഡിക്കൽ സയൻസ് പറയുന്നത് 30% മാത്രമാണ് ഇവർക്ക് സ്വന്തം ഗർഭം ധരിക്കാനുള്ള ചാൻസ്. അതിന് കുറേയധികം ശസ്ത്രക്രിയകൾ ഇതിനു വേണ്ടി നടപ്പിലാക്കേണ്ടതുണ്ട്. പിന്നീടുള്ളൊരു ഓപ്ഷനാണ് ഇവർക്ക് മുമ്പിൽ IVF. അതെ, അങ്ങനെ ഒരു കുഞ്ഞിന് ഇവർ ജന്മം നൽകിയാൽ ഇവർ ആ കുഞ്ഞിൻ്റെ അമ്മയല്ല, അച്ഛനാണ്. പിന്നെ ഒരു ഓപ്ഷനാണ് അഡോപ്ഷൻ. അത് ഈയൊരു ചെറിയൊരു വയസ്സിൽ ഇവർക്ക് ഒരിക്കലും സാധ്യമാവില്ല. ഇന്ന് ഒരു അഡോപ്ഷൻ കിട്ടണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കുറേ ലീഗൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്. കുറച്ച് വയസ്സെങ്കിലും ആവണം ഈ പറയുന്ന അഡോപ്ഷൻ നമുക്ക് നൽകാൻ. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് കേരളത്തിലെ ലെസ്ബിയൻ കപ്പിൾ. നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ആദിലയും എന്ന് പറയും. സ്വന്തം പ്രയത്നം കൊണ്ടാണ് ഇവർ മുന്നോട്ട് ജീവിച്ചു പോകുന്നത്. ഇവർക്ക് ഒരുപക്ഷെ അമ്മയാവാം, കാരണം ഇവർ രണ്ടുപേരും സ്ത്രീയാണ്. ആർക്ക് വേണമെങ്കിലും അമ്മയാവാം എന്നുള്ളൊരു ഓപ്ഷൻ ഇതിനകത്തുണ്ട്. നിങ്ങൾ ഇപ്പോൾ കാണുന്നത് എൻ്റെ നാട്ടുകാരനായ പ്രവീൺ. അതെ, ഒരു ട്രാൻസ്മെൻ ആയിരുന്നു. ഇപ്പോൾ നമുക്കിടയിൽ ജീവിച്ചിരിപ്പില്ല, ആത്മഹത്യയായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു ട്രാൻസ്മെൻ ആയിരുന്നു. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു ഗർഭം ധരിക്കാം, കാരണം അദ്ദേഹം ഒരു പെണ്ണിൽ നിന്ന് പുരുഷനായി മാറിയതാണ്. യൂട്രസ് എന്നുള്ളൊരു സംഭവം റിമൂവ് ചെയ്തിട്ടില്ലെങ്കിൽ ഇദ്ദേഹത്തിനും പ്രഗ്നൻ്റ് ആവാം. ഇതുപോലെ ഒരു ട്രാൻസ്മെൻ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു കപ്പിൾ നമ്മൾ കുറച്ച് മുമ്പ് കണ്ടായിരുന്നു. അല്ലെങ്കിൽ അവർ ഒരു കുഞ്ഞിനെ ജന്മം നൽകിയായിരുന്നു. അവരാണ് ഈ കാണുന്ന ഈ ഒരു ഫോട്ടോ. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഫോട്ടോസാണ് ട്രാൻസ് വുമൺ, അതായത് ഒരാണിൽ നിന്നും ഒരു പെണ്ണായി മാറുന്ന പ്രക്രിയ. ഇതുപോലെ ബ്രസ്റ്റ് സർജറിയും ഡൗൺ സർജറിയും എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടാണ് ഇവർ ഒരു ട്രാൻസ് വുമൺ ആയത്. അതിനുവേണ്ടി ഇവർ നല്ലതുപോലെ വേദന അനുഭവിക്കുകയും സമൂഹത്തിന് മുമ്പിൽ നല്ലതുപോലെ പൊരുതിയാണ് ഇവർ ജീവിക്കുന്നത്. ഇതുപോലെ പല ആഭാസങ്ങളും മീഡിയയ്ക്ക് മുമ്പിൽ വന്നിട്ട് കാട്ടിക്കൂട്ടിയിട്ടല്ല. ജാസിയെ പോലെ നമ്മൾ മുമ്പ് കണ്ട ഗേ കപ്പിളിൽ ഒരാൾ ഇതുപോലെ സ്വന്തം കുഞ്ഞു വേണമെന്ന മോഹവുമായി നമുക്ക് മുമ്പിൽ വന്നിരുന്നു. ഇപ്പോഴല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. ആരായിരുന്നു ആ ഗേ കപ്പിൾ? ഒരു പുരുഷന് ഗർഭം ധരിക്കാൻ സാധിക്കുമോ? ഈ ചോദ്യം കേൾക്കുമ്പോൾ പല ആൾക്കാരും ഇന്നും മൂക്കത്ത് കൈവച്ചേക്കാം. സമൂഹത്തിൽ ഒന്നുകിലാണ് അല്ലെങ്കിൽ പെണ്ണ് എന്നുള്ളൊരു ചിന്താഗതിയാണ് ഇന്നും പലർക്കുമുള്ളത്. കേരളത്തിലെ തന്നെ ആദ്യ ഗേ കപ്പിൾസിൽ ഒരാളായ നിവേദ് തന്റെ മനസ്സിലെ ഏറ്റവും വലിയൊരു സ്വപ്നം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ്. തനിക്കും ഒരു അമ്മയായി മാറണം, തനിക്കും മാതൃത്വം സ്വീകരിക്കണം. എന്നാൽ ഇതിനായി ഒരു പ്രീ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് നടത്തുകയും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. നിരവധി പേർ ഇതിനെ സപ്പോർട്ട് ചെയ്ത് രംഗത്തെത്തിയെങ്കിലും അനവധി പേർക്ക് ഇതിനെ പരിഹസിക്കുവാനായിരുന്നു താല്പര്യം. ഒരു പുരുഷന് ഗർഭം ധരിക്കാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ച് പരിഹസിക്കുകയും ചെയ്തു. ഹായ് ഓൾ, ഞാൻ നിവേദ് ആന്റണി, പ്രൗഡ് ഗേ മാൻ ഫ്രം കൊച്ചിൻ. കേരളത്തിലെ ഒരുപാട് ക്വയർ പ്രോഗ്രസീവ് മൂവ്മെന്റ്സിന് തുടക്കം കുറിക്കാൻ പറ്റിയത് എന്നുള്ളതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. കേരളത്തിലെ രണ്ടാമത്തെ ഗേ വിവാഹം എൻ്റെ ആയിരുന്നു. ഇപ്പൊ സെപ്പറേറ്റഡ് ആണ്, പക്ഷേ ഹാപ്പിലി സെപ്പറേറ്റഡ് ടു. പിന്നെ നമ്മളിപ്പോൾ കണ്ടത് നിവേദ് ആന്റണി. ഈ പറയുന്ന നിവേദ് ആന്റണി ഇന്ന് ഒരു ട്രാൻസ് വുമണാണ്. ഇദ്ദേഹത്തിൻ്റെ സർജറി വൈകിപ്പിക്കാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. ഒരു കമ്പനിയിലെ HR ആണ്. ജാസിയെ പോലെ പൊതുസമൂഹങ്ങളിൽ നടന്ന് ഒരു വയറും വീർപ്പിച്ച് വെച്ച്, അല്ലെങ്കിൽ വയറിൽ ഒരു തലയാണയും കെട്ടിവെച്ച് അമ്മയാണ്, പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞ് സമൂഹങ്ങളെ, നാട്ടുകാരെ വിഡ്ഢിയാക്കുന്നില്ല, പറ്റിക്കുന്നില്ല. ഈ പറയുന്ന ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് ഏറ്റവും വലിയ ഒരു അപമാനം തന്നെയാണ് ഈ പറയുന്ന ജാസി. ജാസിയെ പോലെ സമൂഹ മാധ്യമങ്ങളിൽ വിളിച്ചു പറഞ്ഞ് നടക്കുകയല്ല നിവേദ് ആന്റണി ചെയ്തത്. നേരെ മറിച്ച് അവർ അവരുടെ മുഴുവൻ എഫേർട്ടും ഇട്ടിട്ട് ഇതിനു വേണ്ടി പ്രയത്നിച്ചായിരുന്നു. പലതരം ഡോക്ടർമാരെയും പലതരം സർജറിയെക്കുറിച്ചും തനിക്ക് ഒരു കുഞ്ഞിനെ ഏത് വഴിയും നേടാം, എങ്ങനെയെങ്കിലും നേടണം, അല്ലെങ്കിൽ അത്രത്തോളം ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ച് ഈ പറയുന്ന നിവേദ് ആന്റണി ഇന്ന് നമുക്ക് മുന്നിൽ, അല്ലെങ്കിൽ ഈ സമൂഹത്തിന് മുമ്പിൽ, ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് മുമ്പിൽ പ്രവർത്തിച്ചായിരുന്നു. ജാസി പറയുന്നത് പോലെ ഉള്ള കുറച്ച് ഓപ്ഷൻസ് മാത്രമായിരുന്നു അവർക്ക് മുമ്പിലുമുള്ളത്. സ്വയം ഗർഭം ധരിക്കുക, അല്ലെങ്കിൽ ഒരു IVF, അതുമല്ലെങ്കിൽ ഒരു അഡോപ്ഷൻ. ഈ പറയുന്ന സ്വയം ഗർഭധാരണം, അതിനകത്ത് വെറും 30% മാത്രമേ ഓപ്ഷനുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് പറ്റത്തുള്ളൂ. അടുത്ത ഓപ്ഷൻ IVF ആണ്. അങ്ങനെ IVF ചെയ്ത് കഴിഞ്ഞെന്ന് പറഞ്ഞാലും അവർ ഒരിക്കലും
ഒരമ്മയാവില്ല, ഒരച്ഛനാവാം. ജാസിയെ പോലെ മാനം കളയുന്ന പരിപാടി ഈ പറയുന്ന നിവേദ ആൻ്റണി ചെയ്തിട്ടില്ല. നിവേദ ആൻ്റണി ഒരു കുഞ്ഞിന് വേണ്ടി എങ്ങനെയാണ് ശ്രമിച്ചത് അതുകൂടി നമുക്കൊന്ന് നോക്കാം. ബാംഗ്ലൂരിലുള്ള ഹോസ്പിറ്റലിൽ വെച്ച് തന്നെയാണ് ഈ ഒരു ഡിസ്കഷൻ ഉള്ളത്. അപ്പോൾ ബേസിക്കലി ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഒരു ക്ലാരിറ്റി വേണം. അവർ എന്നോട് ഇപ്പോഴും പറഞ്ഞിരിക്കുന്ന ഒരു 30% ഹോപ്പ് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോർമോൺസ് ഒക്കെ എടുത്ത് ബോഡി ഒരുവിധം പാകമായതിനു ശേഷം അല്ലെങ്കിൽ എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കുഴപ്പമില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ സർജറീസ് ആണ്. ഒരുപാട് സർജറീസ് ഉണ്ട്. വജൈന പ്ലാസ്റ്റി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് യൂട്രസ് ഇംപ്ലാന്റേഷൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ കൊച്ചിൻ്റെ യൂട്രസിലോട്ട് വെൽക്കം ചെയ്യാനായിട്ടൊക്കെ ഉള്ളത്. അതൊക്കെ ഒരുപാട് വലിയ പ്രൊസീജിയേഴ്സ് ആണ്. പിന്നെ ക്വസ്റ്റൻസ് ഉണ്ടാവും, കൊച്ചിൻ്റെ അച്ഛൻ ആരാണ്, അമ്മ ആരാണ്? അച്ഛൻ ഞാൻ തന്നെ ആയിരിക്കും. അമ്മ എൻ്റെ ഏതെങ്കിലും ഒരു ബെസ്റ്റ് ഫ്രണ്ട്, ഒരുപാട് ബെസ്റ്റ് ഫ്രണ്ട്സ് ഓൾറെഡി എഗ്രി ചെയ്തിട്ടുണ്ട്, അവിടെ ആണെങ്കിൽ എഗ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രഗ്നന്റ് ആവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സംഭവമാണ്. അതിൽ യൂട്രസിനെ എൻ്റെ ബോഡി അക്സെപ്റ്റ് ചെയ്യോ ഇല്ലയോ എന്നുള്ള കുറേ ചോദ്യമുണ്ട്. അതൊരു ലിമിറ്റഡ് പീരീഡേ ഞങ്ങൾ നോക്കുന്നുള്ളൂ. ആ പീരീഡിനുള്ളിൽ യൂട്രസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യും. ഇതിനൊക്കെ മുമ്പ് തന്നെ കുറേ ചെക്കപ്പ് ഒക്കെ ചെയ്യാനുണ്ട്. അതൊക്കെ സക്സീഡ് ആയാൽ മാത്രമേ ഈ പ്രൊസീജിയറിലോട്ട് കണ്ടിന്യൂ ചെയ്യുന്നുള്ളൂ. പിന്നെ ഇത് എങ്ങാനും വർക്ക്ഔട്ട് ആയില്ലെങ്കിൽ എന്നുള്ളൊരു സംഭവമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ചെക്കപ്പ് ഒക്കെ വെച്ചിട്ട് ഞാൻ അതിന് ഫിറ്റ് അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ സെക്കൻഡ് ഓപ്ഷനിലോട്ട് പോകും, IVF ആണ്. അതെൻ്റെ ഏതെങ്കിലും ഒരു ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് വേണ്ടി പ്രഗ്നന്റ് ആവും. അതിൽ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഐ മീൻ അതിൽ വേറെ എന്താ പറയുക ക്വസ്റ്റൻസോ അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റൻസ് ഉണ്ടാവും. കൊച്ചിന്റെ അച്ഛൻ ആരാണ്, അമ്മ ആരാണ്? അച്ഛൻ ഞാൻ തന്നെ ആയിരിക്കും. അമ്മ നിവേദ ആൻ്റണിയുടെ ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് ഇവർ എത്രത്തോളം ആ ഒരു സർജറിക്ക് വേണ്ടി പരിശ്രമിച്ചു, അല്ലെങ്കിൽ എത്രത്തോളം പെയിൻഫുൾ ആണെന്ന്. ജാസിക്ക് ഒരിക്കലും ക്യാഷിൻ്റെ ബുദ്ധിമുട്ടില്ല, ഒരിക്കലും ജാസി ഡൗൺ സർജറി ചെയ്തിട്ടില്ല. പലപ്പോഴും മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പല വേഷം കെട്ടുകൾ മാത്രമാണ് ജാസി ഈ സമൂഹത്തിൽ ചെയ്തിട്ടുള്ളത്. ഒരിക്കലും ജാസിയുടെ മണിനാഥം നിരക്കില്ല. കാരണം ജാസി കേൾക്കപ്പെടണമെന്നുള്ള കാര്യം സമൂഹത്തിൽ തുറന്നു പറഞ്ഞാൽ ജാസിക്കെതിരെയുള്ള ഈ പറയുന്ന എല്ലാവരും ട്രോളുന്നത് നിർത്തും. അതുമല്ലെങ്കിൽ ജാസിയുടെ ആസനത്തിലല്ല അണ്ണാക്കിൽ തന്നെ എല്ലാവരും തരും. അത് ജാസി തന്നെ ഒടുക്കുന്ന ഒരു വഴിയാണ്. പിന്നെ ജാസിക്ക് അമ്മയാകാം. അതെങ്ങനെ? നിന്റെ കൂടെ നടക്കുന്ന നിന്റെ വിത്തുകാളയുണ്ടല്ലോ വാശി, അവനെ കൊണ്ട് വേറൊരു പെൺകുട്ടി വഴി ഫിസിക്കൽ റിലേഷനോ അല്ലെങ്കിൽ IVF വഴി ഒരു കുഞ്ഞിനെ ജന്മം നൽകിയിട്ട് നീ ഡൗൺ സർജറിയും ചെയ്ത് കഴിഞ്ഞ് വന്നാൽ നാളെ സമൂഹം നിന്നെയും അംഗീകരിക്കും. നീ ഒരു ട്രാൻസ് വുമൺ ആണ് അല്ലെങ്കിൽ നീ അമ്മയാണെന്ന് പറഞ്ഞാൽ. അല്ലാതെ നിന്റെ സ്പേം എടുത്തിട്ട് ഒരു IVF ചെയ്താൽ നീ അച്ഛൻ മാത്രമേ ആവുള്ളൂ. 2 ദിവസങ്ങൾക്ക് മുമ്പ് നീ ഒരു പെൺകുട്ടിയോട് ഒരു വൃത്തിയോടെ കാണിച്ചിരുന്നു. ഇതിന് വേണ്ടിയിട്ടാണോ നീ സർജറി ചെയ്തത്? സ്വന്തം മാരടങ്ങൾ മറ്റൊരു പെൺകുട്ടിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ? ഇതായിരുന്നു നിന്റെ ലക്ഷ്യം? നീ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടല്ല നീ ശ്രമിച്ചത്. നേരെ മറിച്ച് നിനക്ക് ജീവിക്കാൻ വിയർപ്പിൻ്റെ അസുഖമുണ്ട്. അത് കാരണം കുനിഞ്ഞു നിന്നാൽ കിട്ടുന്നതിനത്ര അല്ലെങ്കിൽ പല നീല ചാനലുകൾക്ക് കൊടുക്കുന്ന ഇൻ്റർവ്യൂ, അതാണ് നിന്റെ റേച്ച്, അല്ലെങ്കിൽ അവരാണ് നിന്റെ ലോകം. നീ എവിടെ പോകുമ്പോഴും നിന്റെ മണിയും താങ്ങി നടക്കുന്ന കുറച്ച് മാധ്യമങ്ങൾ, മഞ്ഞ മാധ്യമങ്ങൾ അല്ലെങ്കിൽ നീല മാധ്യമങ്ങൾ എന്ന് പറയാം. ജാസി കാണിച്ച ഈ തെണ്ടിത്തരത്തിന് ആ പെൺകുട്ടി ഫ്ലൂട്ട് വായിക്കുന്ന അല്ലെങ്കിൽ നുണ പറയാൻ വേണ്ടി മാത്രം വായി തുറക്കുന്ന ഇവൻ്റെ അണ്ണാക്കിലിട്ടിട്ട് നല്ലതുപോലെ കൊടുത്തായിരുന്നു. ഇനി ഒരിക്കലും ജാസി ഇതുപോലുള്ള പ്രവൃത്തി കൊണ്ട് മറ്റൊരാളുടെയും മുമ്പിൽ പോവില്ല. ഇവൻ എന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, വീഡിയോ ഉണക്ക് മോളെ. ഈ പാരോട് ഞാൻ പറഞ്ഞതാണ്, ഞാൻ പുറത്താണുള്ളത്, വീഡിയോ കോൾ എന്തായാലും ഓൺ ചെയ്യാൻ പറ്റില്ല. ഈ തന്തയില്ലാത്തവൻ എന്താ ചോദിച്ചാൽ വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഡ്രസ്സ് ഒരു ഊരി. അപ്പൊ തന്നെ ഞാൻ ഫോൺ മറച്ചു പിടിച്ചു. കാരണം ഞാൻ കുറെ ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നുള്ളത്. ഞാൻ വേഗം ഫോൺ താഴ്ത്തി പിടിച്ചു. ഞാൻ പറയട്ടെ, നിങ്ങളൊരു സ്ത്രീ ആവാൻ മെനക്കിടുന്ന ഒരാളാണെന്ന് നിങ്ങൾ പറഞ്ഞു. സ്ത്രീകളോടാണ് ഞാൻ പറയുന്നത്. ഞാനൊരു സ്ത്രീ തന്നെ ആവട്ടെ, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ എന്റെ വീട്ടിൽ ഒറ്റ റൂമിൽ ഇരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി പാടില്ല. വൃത്തികിട്ടുന്ന ദുഷ്ടജീവി. ഇവരത് പിന്നെ ഈ പറയുന്ന പോലെ വീഡിയോ കോൾ ഓണാക്ക് എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന സാധനം ഞാൻ ഫോൺ ഇങ്ങനെ മറച്ചു പിടിച്ചു. കാരണം ഞാൻ ഒറ്റയ്ക്കല്ല ഉള്ളത്. ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ മറച്ചു പിടിച്ചേനെ. എനിക്ക് ഈ സിലിക്കോൺ കുത്തിപ്പിടിച്ചത് കാണേണ്ട ആവശ്യം എനിക്കില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു സ്ത്രീ ആവാൻ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ മാറിടങ്ങൾ വേറൊരാൾക്ക് കാണിച്ചു കൊടുക്കുന്നത്? വൃത്തികെട്ട ജീവി അല്ല. പിന്നെ എന്നിട്ടോള് നിനക്ക് നട്ടലുണ്ടാ നിനക്ക്? പിന്നെ എന്റെ പേര് പറയാൻ എനിക്ക് പേടിയാവുന്ന ധൈര്യത്തിൽ പറ. ഒരാളല്ല നീ, ഒരു പെണ്ണുമല്ല നീ. മനസ്സിലായില്ലേ? അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രതികരണം കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.